ചന്ദ്ര അപ്പൊ തുടങ്ങാം. അവന് ഫുഡൊക്കെ പിടിച്ചോ? നന്നായിട്ട് പിടിച്ചു. ഒരു മാറ്റവും ഇല്ലല്ലോ. നീ എന്താ എന്നെ വരട്ടെ? എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. നിനക്കും ഞാൻ അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഐ ആം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. വിളമ്പി വെച്ച് പാത്ത് കൈയെടുക്കുന്നു. എന്ത് വൃത്തികെട്ട് ഇത്രയും പ്രായം പക്വതയായ ആൾക്കാർ. ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. എല്ലാവരും കാണിക്കും. ആഹാരം കണ്ടിട്ടില്ലേ? ഭക്ഷണം കണ്ടിട്ടില്ലേ? ഇവിടുന്ന് വായിൽ വെച്ച് ഇവിടുന്ന് ഇറങ്ങുമ്പോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവോ എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. കഴിക്കട്ടെ, അവരെല്ലാരും കഴിക്കട്ടെ. വയർ വീക്കിന് ഭക്ഷണം കഴിക്കട്ടെ. എല്ലാരും വയർ നിറഞ്ഞാൽ മതി. എനിക്ക് അതേ ഉള്ളൂ. ആർക്കാൻ പറ്റാത്ത കാര്യം പറയുന്നത്. റെസ്പെക്ട് കൊടുക്കണം. കഴിക്കുന്ന ഭക്ഷണത്തില് എല്ലാവർക്കും വേണം, എല്ലാവർക്കും കൊടുക്കണം. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എല്ലാവർക്കും അവരെ പോലെ എല്ലാവർക്കും വയർ നിറയണമെന്നൊരു ആഗ്രഹം വേണം. വലിയ പീസ് ചെറിയ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വേണ്ട, ഞാൻ കഴിക്കത്തില്ല. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. എനിക്ക് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾക്ക് ആർക്കൊന്ന് പറഞ്ഞുകൂടി ഇങ്ങനെ ചെയ്യരുത്. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. നീ ഒന്നും പണയണ്ട. ഏത് കാര്യം അവളടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവളോട് ഇങ്ങനെ സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലേ കെട്ടിവെക്കും. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സന്തോഷത്തോടെ എങ്ങനെയാണ് കഴിക്കുന്നത്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. എന്താ ഇവരൊക്കെ ഇങ്ങനെ? മോശം അഭിപ്രായം. നല്ല രീതിയിൽ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വെക്കണ ഒരു സ്ഥലത്ത് വന്നിട്ട് കച്ചറ ഉണ്ടാക്കിയത് ഷാനവാസ് തന്നെയാണ്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അത്രയ്ക്ക് വിഷമമുണ്ട് എനിക്ക്. ഇന്നൊന്നിനും തുടങ്ങിയല്ല. ആഹാരത്തിന് വില മനസ്സിലാക്കും. അങ്ങനെയാണ് ആഹാരത്തിന് മുന്നിൽ ഇരുന്നുണ്ടോ ബഹളം വയ്ക്കുന്നത്? അങ്ങനെ വെച്ചൂടാ. എന്റെ ദൈവമേ.